Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So, നമ്മളുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പോലെ നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സിൽ plenty of playlist are with us. So, just check it out if you are a serious candidate who is preparing for Kerala Set 2022. നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ഇപ്രാവശ്യം തന്നെ എനിക്ക് കേരള സെറ്റ് 2022 വേണം എന്ന് നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, നല്ല ഉറപ്പുണ്ട്. ഞാൻ ഇപ്രാവശ്യത്തെ കേരള സെറ്റും കൊണ്ടേ പോവുള്ളൂ. ബൈറ്റ്സ് അസ് വിത്ത് യു പീപ്പിൾ ആൻഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന കുറേയധികം വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റ് വൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഇഫ് യു ആർ യൂസിങ് ഇറ്റ്, യൂട്ടിലൈസിങ് ഇറ്റ് ഇൻ ദ ബെസ്റ്റ് വേ. നമ്മൾ ഓരോ വീഡിയോസിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മെൻഷൻ ചെയ്ത് പോകുന്നത്. സോ നിങ്ങൾക്ക് കുറേയധികം ലാഗില്ല, കുറേയധികം ടൈം വേസ്റ്റ് ഇല്ല, ഒന്നുമില്ല. കംപ്ലീറ്റ് പ്രൊഡക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മളുടെ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ. ആൻഡ് യു പീപ്പിൾ ഫീൽ ദാറ്റ്. ഓക്കെ, ജസ്റ്റ് ഫീൽ ഇറ്റ്. എനിക്കത്രേ പറയാനുള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് വൈകിട്ടില്ല. യു പീപ്പിൾ ആർ ഹാവിങ് ഗോൾഡൻ 15 ഡേയ്സ്. ഈ 15 ഡേയ്സിനുള്ളിൽ പേപ്പർ 1 ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ബിക്കോസ് മോസ്റ്റ് ഓഫ് മൈ സ്റ്റുഡൻസ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. കാരണം അവർ മാം ഞങ്ങൾ കുറേയധികം ലേറ്റായിട്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നത്, കേരള സെറ്റിന് ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ലേറ്റ് ജോയിൻ ചെയ്ത കുറേയധികം കുട്ടികളുണ്ട്. സോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പോലും നോ വറീസ്. നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഈ 15 ഡേയ്സ് തന്നെ നിങ്ങൾക്ക് ഗോൾഡൻ 15 ഡേയ്സ് ആയിട്ട്, ലൈഫിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 15 ഡേയ്സ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 15 ഡേയ്സ് January 9th 2022 വരാൻ പോകുന്ന എക്സാമിന് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഒൺലി യു പീപ്പിൾ വാണ്ട് ഈ ഒരു 15 ഡേയ്സ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, സോ ബിഫോർ മൂവിങ് ടു അവർ വീഡിയോ, ലെറ്റ്സ് ബിഗിൻ വിത്ത് അവർ മോട്ടിവേഷണൽ കോട്ട്. Today's motivational quote is this: you cannot go back and change the beginning, but you can start where you are and change the ending. So നിങ്ങൾക്കിനി പുറകോട്ട് പോയി എനിക്ക് ആ ചേഞ്ചസ് എനിക്ക് വരുത്താൻ പറ്റില്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയുള്ള ദിവസമെങ്കിലും, ഇനിയുള്ള 15 ഡേയ്സെങ്കിലും എനിക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാം പറയുന്നു പ്രൊഡക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളത്. എന്നാൽ അതൊന്ന് നോക്കിയിട്ട് തന്നെ കാര്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ ട്രിഗർ ചെയ്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ദിസ് എക്സാം ആൻഡ് ഹാവ് യുവർ ചേഞ്ച് ഇൻ ദ എൻഡിങ്. ചേഞ്ച് ഇൻ ദ എൻഡിങ് ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടട്ടെ എന്നാണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ആ വീഡിയോ. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തത് പാർട്ട് 7 ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 8 ഓഫ് ദിസ് സീരീസ്. 14th August 2021 കണ്ടക്ട് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് റൈറ്റ് നൗ വി ആർ ഹിയർ വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 40. ടിൽ 39 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി മിസ് ഔട്ട് ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഇൻ ടു ദാറ്റ് പ്ലേലിസ്റ്റ് ആൻഡ് ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ആ വീഡിയോ. ക്വസ്റ്റ്യൻ നമ്പർ 40 ഇതാണ്: CIPP അപ്രോച്ച് എസ്. ഓപ്ഷൻ എയിൽ പറയുന്നത് കണ്ടൻറ്റ് ഇൻപുട്ട് പ്രോസസ് പ്രോഡക്റ്റ് എന്നാണ്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് കോണ്ടെക്സ്റ്റ് ഇൻപുട്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് പ്രോസസ്സ് എന്നാണ്. ആൻഡ് ഓപ്ഷൻ സിയിൽ പറയുന്നത് കോണ്ടെക്സ്റ്റ് ഇൻപുട്ട് പ്രോസസ് പ്രോഡക്റ്റ്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത് കണ്ടൻറ്റ് ഇൻഡക്ഷൻ പാസ്റ്റ് എക്സ്പീരിയൻസസ് ആൻഡ് പ്രോഡക്റ്റ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം CIPP അപ്രോച്ച് നിങ്ങൾ പഠിക്കണം. അങ്ങനെ നിങ്ങൾ ഈ ഒരു CIPP അപ്രോച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിൻ്റെ പെർട്ടിക്കുലർ ആൻസർ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയേനെ. ഇപ്പോൾ നിങ്ങൾ നോ പ്രോബ്ലം CIPP അപ്രോച്ച് നിങ്ങൾക്ക് അറിയില്ല, നോ പ്രോബ്ലം, നമുക്ക് ഗൂഗിൾ ചെയ്യാം, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഒരു അപ്രോച്ച് കണ്ടു, അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടില്ല, ഇത് ഞാൻ ഇതിന് മുന്നേ BEdൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. ഓൾ ആർ ഹാവിങ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ട്, അതിൽ നെറ്റ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ മേക്ക് യൂസ് ഓഫ്. കയ്യിൽ ഗൂഗിൾ ഉണ്ട്, നമ്മുടെ കയ്യിൽ യൂട്യൂബ് ഉണ്ട്. ഗോ സെർച്ച് ഇൻ ദാറ്റ്.
ഓക്കെ. സോ CIPP അപ്രോച്ചാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ, അത് വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നുള്ളത്. സോ ലെറ്റ്സ് ചെക്ക് ഇൻ ടു ദാറ്റ്. അപ്പോൾ CIPP എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ച് എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ ആസ് എ ലെക്ചർ നോട്ട്. നിങ്ങളൊരു ക്ലാസ്സിൽ ലെക്ചർ നോട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് മാം പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് ജസ്റ്റ് നോട്ട്ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കും. സോ ആ അതേ ടെക്നിക്ക്, അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് ഞാൻ പറയുന്ന ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. ഓക്കെ. സോ CIPP is a evaluation model that requires the evaluation of context, input, process, product. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോണ്ടെക്സ്റ്റ്, ഇൻപുട്ട്, പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ്. സോ ഇത് നമ്മളുടെ ഏത് ഓപ്ഷനിലാണ് ഫൈൻഡ് ചെയ്തത്? യെസ്, ഓപ്ഷൻ C വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഇതിൽ CIPP ഇവാലുവേഷൻ മോഡൽ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ്, ഇൻപുട്ട്, പ്രോസസ്, പ്രോഡക്റ്റ്. ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതിൽ കുറച്ച് ഇൻപുട്ട്സ് നമ്മൾ പ്രോസസ്സിലേക്ക് കൊണ്ടുപോയി. ആ പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഈ ഒരു കേരള സെറ്റ് വെച്ച് ഞാൻ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങളൊരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ കണ്ടു. ഇപ്പോൾ കോണ്ടെക്സ്റ്റ് ഇൻ ദ സെൻസ്, ഇപ്പോൾ കേരള സെറ്റിന് നിങ്ങൾ ആ ഒരു സിലബസ് കണ്ടു എന്ന് വിചാരിക്കൂ. എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഇൻപുട്ട്സ്, ഇപ്പോൾ ഞാൻ BEd ചെയ്തിട്ടുണ്ട്. സോ BEdൻ്റെ ഇൻപുട്ട്സ് ഞാൻ ഇതിൽ കിട്ടു. പിന്നെ ഞാൻ കുറച്ച് യൂട്യൂബിൽ, ഇപ്പോൾ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടു. അപ്പോൾ അതിലെ കുറച്ച് ഇൻപുട്ട്സ് എല്ലാം ഞാൻ ഒരു ബുക്കിലേക്ക് കോപ്പി ചെയ്ത് വെച്ചു. എന്നിട്ട് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇൻ ദ സെൻസ് സ്റ്റഡി, ഞാൻ നല്ല രീതിയിൽ പഠിക്കുന്നു. സോ അതാണ് ഇവിടെ വേണ്ട പ്രോസസ്സ്. അപ്പോൾ അറ്റ് ദ എൻഡ് നമുക്ക് പ്രോഡക്റ്റ് എന്താണ് കിട്ടുന്നത്? കേരള സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്. കഷ്ടപ്പെടേണ്ട ആവശ്യം തന്നെയുണ്ട്, അതും ഇനിയുള്ള 15 ഡേയ്സിൽ. സോ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെക്കുക കോണ്ടെക്സ്റ്റ്, ഇൻപുട്ട്, പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ്. അത് ഞാൻ കേരള സെറ്റ് വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞത് എങ്ങനെയാണ്? കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കേരള സെറ്റിൻ്റെ സിലബസ്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് എൻ്റെ കണ്ടൻസ്, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ കളക്ട് ചെയ്തത്. ഇപ്പോൾ ഇൻപുട്ട്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു BEd ചെയ്തിട്ടുള്ളവർക്ക് BEdൻ്റെ പോർഷൻസ്, BEdൻ്റെ ആ നോട്ട്സ് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ BEd ഇല്ലാത്തവർക്ക് നോ വറീസ്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കി, അപ്പോൾ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ കണ്ടു. അതിൻ്റെ ഉള്ളിൽ കുറേ അധികം നോട്ട്സ് ഉണ്ട്. മാം പറഞ്ഞ കുറേ അധികം നോട്ട്സ് ഒരു നോട്ട്ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്തു വെച്ചു. അതാണ് നിങ്ങൾക്കുള്ള ഇൻപുട്ട്സ്. ഇനി അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പഠനം, നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്തുള്ള പഠനം. ആൻഡ് ലാസ്റ്റ് പോയിന്റ് വന്നത് ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ കേരള സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റാണ് കയ്യിൽ അറ്റ് ലാസ്റ്റ് ഇരിക്കുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി ദ ഫൈനൽ പ്രോഡക്റ്റ്. അതിന് വേണ്ടിയിട്ടല്ലേ എല്ലാവരും ഇപ്പോൾ ഈ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇനിയും പറയുന്ന പോയിന്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. ഇപ്പോൾ പറഞ്ഞ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ കോട്ട് ചെയ്ത കേരള സെറ്റിനെ കമ്പയർ ചെയ്ത ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, അതുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മംഗ്ലീഷിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് എഴുതിയിടുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ. ഇനി CIPP ഈസ് എ ഡിസിഷൻ ഫോക്കസ്ഡ് അപ്രോച്ച്. അതൊരു ഡിസിഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ടു ഇവാലുവേഷൻ ആൻഡ് എംഫസൈസസ് ദ സിസ്റ്റമാറ്റിക് പ്രൊവിഷൻ of information for program management and operation. പ്രോഗ്രാം മാനേജ്മെൻറ്റിനും ഓപ്പറേഷനും വേണ്ടിയിട്ടാണ് ഇതൊരു സിസ്റ്റമാറ്റിക് പ്രൊവിഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ. സോ ഇതത്രയും ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. ഇതെല്ലാമാണ് CIPP അപ്രോച്ച്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ്. മേ ബി നെക്സ്റ്റ് ഇയർ, അതായത് ഈ കമ്മിങ് എക്സാമിന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 41. 2 categories of illustration used in teaching are. ടീച്ചിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന 2 types of കാറ്റഗറീസ് ഓഫ് ഇല്ലസ്ട്രേഷൻസ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A വേർബൽ ആൻഡ് അബ്സ്ട്രാക്റ്റ്, ഓപ്ഷൻ B കോൺക്രീറ്റ് ആൻഡ് abstract, option C verbal and concrete, and option D non-verbal and concrete. Here directly I am going to the answer. Option C, that is verbal and concrete, will be the answer. നമ്മളുടെ ടീച്ചിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 കാറ്റഗറീസ് ഓഫ് ഇല്ലസ്ട്രേഷൻ ആണ്. ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ആ ഒരു ടീച്ചിങ് ടെക്നിക്ക്
ആ ഒരു ഇല്ലസ്ട്രേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് ത്രൂ വേർബൽ ആൻഡ് കോൺക്രീറ്റ്. നല്ല രീതിയിൽ കുട്ടികൾക്ക് അത് മൈൻഡിൽ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത ടെക്നിക്ക് തന്നെ ഞാൻ പറയാം. ഇപ്പോൾ CIPP അപ്രോച്ച് ഞാൻ നിങ്ങൾക്ക് കേരള സെറ്റിൻ്റെ ആ ഒരു എക്സാമ്പിൾ വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈസിലി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിനും ആ ഒരു പോയിൻ്റ് വെച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്ന 2 കാറ്റഗറീസ് ഓഫ് ഇല്ലസ്ട്രേഷൻ, ദാറ്റ് ഈസ് വേർബൽ. ഞാൻ സംസാരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിലാണ്, ഇപ്പോൾ ഒരു റിയൽ ക്ലാസ്സിലാണെങ്കിൽ ടീച്ചേഴ്സ് ബ്ലാക്ക് ബോർഡിൽ എഴുതും അല്ലേ. സോ ത്രൂ വേർബൽ ആൻഡ് കോൺക്രീറ്റ്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിലേക്ക് അത് നല്ല രീതിയിൽ ഒന്ന് തറച്ചു കയറിയില്ലേ, അതാണ് ഈ കോൺക്രീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And now let's move to question number 42. Okay, moving to question number 42, section 354A provides. എപ്പോഴും സെക്ഷൻസ് നമ്മളുടെ ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാമിനേഴ്സിന് വളരെയധികം ഫേവറേറ്റ് ആണ്. അത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, മറ്റേ ആർട്ടിക്കിൾസിൻ്റെ സെക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ആർട്ടിക്കിൾ 51, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 30A, 31A എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആർട്ടിക്കിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ പാസ്റ്റ് വീഡിയോസിൽ. അത് വളരെയധികം ഫേവറേറ്റ് സെഷനാണ് എക്സാമിനേഴ്സിൻ്റെ. അതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള സെഷനാണ് ഇതുപോലെ സെക്ഷൻസ്. കാരണം നമ്മളുടെ സിലബസിൽ അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എക്സാമിനേഴ്സ് കുട്ടികളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന സെക്ഷൻസ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസസ്. സോ ഇവിടെ സെക്ഷൻ 354A പ്രൊവൈഡ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലെറ്റ്സ് സീ ദ ഓപ്ഷൻസ്. ഓപ്ഷൻ A, സെക്ഷൽ ഹരാസ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ് ഫോർ സെക്ഷൽ ഹരാസ്മെൻറ്റ്. ഓപ്ഷൻ B, assault or use of criminal force to women with intent or ഡിസ്റോപ്പ്. ആൻഡ് ഓപ്ഷൻ C പറയുന്നത് വോയറിസം ആണ്. ഈ ടേം നിങ്ങൾക്കറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, നിങ്ങൾക്കപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു മീനിങ് കിട്ടിക്കോളും. ആൻഡ് ഓപ്ഷൻ D, സ്റ്റോക്ലിംഗ്. സ്റ്റോക്ലിംഗ് എന്ന് പറയുന്നത് പിന്തുടരുന്നു എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, സോ ഈ 4 ഓപ്ഷൻസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ A വിൽ ബി ദ കറക്റ്റ് ആൻസർ. അതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. സെക്ഷൻ 354A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം ദാറ്റ് വിൽ ബി ദ ആൻസർ വിൽ ബി സെക്ഷൽ ഹരാസ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ് ഫോർ സെക്ഷൽ ഹരാസ്മെൻറ്റ്. ചിലപ്പോൾ ഈ ഇപ്രാവശ്യത്തെ, അതായത് ഈ ഒരു ഓഗസ്റ്റ് 14 ക്വസ്റ്റ്യൻ പേപ്പറാണല്ലോ ഇപ്പോൾ നമ്മൾ ഓൺഗോയിങ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു സെക്ഷൻ ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു സെക്ഷൻ ചോദിച്ചു, എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് കറക്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു കമ്മിങ് എക്സാമിന് 2022 അത് അവർ മാച്ച് ദ ഫോളോയിങ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ സെക്ഷൻ തന്നിട്ട് റൈറ്റ് സൈഡിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു 2-3 വേർഡ്സിൽ അവരും ഇപ്പോൾ നമ്മൾക്കിവിടെ കണ്ടില്ലേ അതുപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ അതുപോലെ വേണം ഇനി പ്രിപ്പയർ ചെയ്തിരിക്കാൻ. ആൻഡ് ഇപ്പോൾ 42ൻ്റെ ആൻസർ ഓപ്ഷൻ A ആണെന്ന് ഞാൻ പറഞ്ഞു. ഓപ്ഷൻ C ഇല്ലേ, വോയറിസം, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഗൂഗിൾ ചെയ്ത് നോക്കുക അതിൻ്റെ മീനിങ് എന്നുള്ളത്. അതിൻ്റെ സെക്ഷൻ വരുമ്പോൾ 354C എന്നുള്ളതാണ്. അതിൻ്റെ സൈഡിൽ ഇപ്പോൾ തന്നെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ, 354C. ആൻഡ് ഐ എം റിപ്പീറ്റിംഗ് എഗെയിൻ, നിങ്ങൾ ഈ ഒരു വോയറിസമിൻ്റെ മീനിങ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ലിങ്ങിൻ്റെ മീനിങ്ങും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഗൂഗിൾ ചെയ്യാൻ പറയുന്നത്. ആൻഡ് ഈ സ്റ്റോക്ലിങ്ങിൻ്റെ സെക്ഷൻ വരുമ്പോൾ സെക്ഷൻ 354D. സോ നിങ്ങൾക്കിപ്പോൾ സെക്ഷൻ 354A കിട്ടി, സെക്ഷൻ 354C കിട്ടി, അതുപോലെ തന്നെ സെക്ഷൻ 354Dയും കിട്ടി. അണ്ടർസ്റ്റുഡ്? സോ അപ്പോൾ നിങ്ങൾക്ക് ഈ 3 സെക്ഷൻ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ഇനി ലെഫ്റ്റ് സൈഡിൽ ഈ സെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്രോസ് ഔട്ട് ചെയ്യാലോ, മാർക്ക് ചെയ്യാലോ. ഇതിൻ്റെ ആൻസർ ഇതാണ് സ്റ്റോക്ലിംഗ് എന്ന് പറയുമ്പോൾ. ഓക്കെ, 354D മാം പറഞ്ഞ പോലെ സ്റ്റോക്ലിംഗ് 354D ആണ്. വോയറിസം 354C ആണ്. ആൻഡ് 354A എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ് ഫോർ സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ് എന്നുള്ളത്. സോ അത്രയും ഭാഗം നമുക്ക് ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരേ ഒരു പോയിൻറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഈ 3 പോയിൻ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിസ്സാരമായിട്ട് തന്നെ നിങ്ങൾക്ക് മറ്റു പോയിൻ്റ് നിങ്ങൾക്ക് മാച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. കാരണം ബാലൻസ് ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ. Okay, so now let's move to question number 43. Plans, means and specific way specially devised and employed by teachers for acquisition of learning objectives in teaching learning situation is called. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ടീച്ചിങ് മെത്തേഡ്,
ടീച്ചിങ് സ്ട്രാറ്റജി, ടീച്ചിങ് ടെക്നിക്, ടീച്ചിങ് ടാക്ടിക്സ്. സോ ഈ 4 ടേംസും കാണുമ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ അടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100 അല്ല 110% ഉറപ്പാണ്. കാരണം എല്ലാവരും വിചാരിക്കും ഓക്കെ ഇതെല്ലാം ഒരമ്മ പെറ്റ മക്കളുടെ പോലെ ഉണ്ട്, എല്ലാവരും ഏകദേശം സിമിലർ തന്നെയാണ്, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെയും കുട്ടികൾക്ക് ഒന്ന് അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്താൻ പറ്റുന്നത് ടീച്ചിങ് ടാറ്റിക്സ് ആണ്. കാരണം ടീച്ചിങ് ടാറ്റിക്സ് എന്ന് പറയുന്നത് അത് ടീച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക്, ഇപ്പം ഞാൻ ഈ ടീച്ചിങ് ടാറ്റിക്സ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള പോയിൻ്റാണ് എന്നുള്ളത് എനിക്കറിയാവുന്ന എന്തുകൊണ്ടാണ്, എനിക്ക് ആ ടേം അറിയാവുന്നതുകൊണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്രോച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ആദ്യം ഞാൻ യൂസ് ചെയ്ത ടെക്നിക്ക് എലിമിനേഷൻ മെത്തേഡാണ്. ഓപ്ഷൻ എ ബി സിയിലെ ഏതെങ്കിലും ആയിരിക്കും. കാരണം ടീച്ചിങ് ടാറ്റിക്സ് എന്ന് പറയുന്നത് ടീച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതുകൊണ്ട് ഞാൻ അതിനെ എലിമിനേറ്റ് ചെയ്തു. ഇനി എനിക്ക് ഗ്രൂപ്പിംഗ് ടെക്നിക്ക് ഇവിടെ നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ് മെത്തേഡും ടീച്ചിങ് സ്ട്രാറ്റജിയും ടീച്ചിങ് ടെക്നിക്കും ഏകദേശം ഒരുപോലെ തന്നെ. സോ ആ ഒരു ടെക്നിക്ക് എനിക്ക് നടക്കില്ല. ഇനി ഞാൻ എന്താണ് നോക്കേണ്ടത്, ഇനി എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീവേഡ് ചെക്ക് ചെയ്യുക എന്നുള്ള ഒരു കർമ്മമാണ്. സോ അതിലേക്ക് ഞാനൊന്ന് നോക്കാം. പ്ലാൻസ്, മീൻസ് ആൻഡ് സ്പെസിഫിക് വേസ് എന്നുള്ളൊരു പോയിൻ്റ് അതെനിക്കൊന്ന് ക്ലിക്കായി. കാരണം അതൊരു കീവേഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സ്പെസിഫിക് വേസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ടീച്ചിങ് മെത്തേഡ്സ് ആണോ, ടീച്ചിങ് സ്ട്രാറ്റജി ആണോ, അല്ലെങ്കിൽ ടീച്ചിങ് ടെക്നിക്സ് ആണോ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. യെസ്, വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഓപ്ഷൻ ബി ടീച്ചിങ് സ്ട്രാറ്റജീസ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. കാരണം നമ്മളെപ്പോഴും കേട്ടിട്ടില്ലേ 15 സ്ട്രാറ്റജീസ് ടു ക്രാക്ക് കേരള സെറ്റിൻ്റെ എക്സാം. ഇതുപോലെ കുറേയധികം വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അത് കേരള സെറ്റിൻ്റെ മാത്രമല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ അല്ലെങ്കിൽ എസ് എ ടൈപ്പ് എക്സാം ആയിക്കോട്ടെ, എല്ലാത്തിനും 15 ഡേയ്സ് സ്ട്രാറ്റജി, 13 ഡേയ്സ് സ്ട്രാറ്റജി, 40 ഡേയ്സ് സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രാവിലെ ഇങ്ങനെ പഠിക്കുക, ഉച്ചയ്ക്ക് അങ്ങനെ പഠിക്കുക, നൈറ്റിൽ ഇങ്ങനെ പഠിക്കുക, നല്ല രീതിയിൽ നല്ലത് മാത്രം കേൾക്കുക, അങ്ങനെ കുറേയധികം സ്ട്രാറ്റജീസ് ഈവൻ എൻ്റെ ചാനലിലും ഞാനും നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള വേസാണ്. ആ സ്പെസിഫിക് വേസിനെയാണ് നമ്മൾ ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിങ് മെത്തേഡ്സ്, ടീച്ചിങ് ടെക്നിക്സ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേമാണ്. അത് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് കമ്പയർ ചെയ്ത്. അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കമ്പയർ ചെയ്ത് ആണ് പഠിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞു തരാം. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഗൂഗിളിൽ നിന്ന് തന്നെയുള്ള ഒരു കമ്പാരിസൺ ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഇഫ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ക്ലിയർലി. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസറായ ടീച്ചിങ് സ്ട്രാറ്റജി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ടീച്ചിങ് സ്ട്രാറ്റജി റെഫേഴ്സ് ടു ദ മെത്തേഡ്സ് യൂസ്ഡ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ലേൺ ദ ഡിസൈർഡ് കോഴ്സ് കണ്ടൻറ്റ്സ് ആൻഡ് ബി ഏബിൾ ടു ഡെവലപ്പ് അച്ചീവബിൾ ഗോൾസ് ഇൻ ദ ഫ്യൂച്ചർ. സോ ഇതിൽ മെൻഷൻ ചെയ്യുന്നത് ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്നുള്ളത് മെത്തേഡ്സ് ആണ്, നമ്മൾ പറഞ്ഞ പോലെ വേസ് ആണ്. ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ലേൺ ദ ഡിസൈർഡ് കോഴ്സ് കണ്ടൻറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 15 ഡേയ്സ് സ്ട്രാറ്റജി എന്നുള്ളത്. ഈ 15 ഡേയ്സ് സ്ട്രാറ്റജി എന്താണ്? എൻ്റെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഏതൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ എല്ലാ സ്റ്റുഡൻസിനും ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒരു കോഴ്സ് കണ്ടൻറ്റ് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ടീച്ചിങ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചിങ് സ്ട്രാറ്റജി ഐഡൻറ്റിഫൈ ദ ഡിഫറെൻറ്റ് അവൈലബിൾ ലേണിംഗ് മെത്തേഡ്സ് to enable them to develop the right strategy to deal with the target group identified. So ഈ ടീച്ചിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ് ഐഡൻറ്റിഫൈ ദ ഡിഫറെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളത് മനസ്സിലാക്കി എന്താണ് റൈറ്റ് സ്ട്രാറ്റജി, ഞാൻ എങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും ഈ ടോപ്പേഴ്സ് സീക്രട്ട് എന്നൊക്കെ പറഞ്ഞ ഹെഡിങ്ങുള്ള വീഡിയോസ് നിങ്ങൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു കാണും. കാരണം ടോപ്പേഴ്സിൻ്റെ സീക്രട്ട് എന്താണ്, ഓക്കെ ടോപ്പേഴ്സ് എങ്ങനെയാണ് പഠിച്ചിരുന്നത്, അതുപോലെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി ഒന്ന് കേട്ട് നോക്കും. അതിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എനിക്കത് യൂസ്ഫുൾ ആവുമോ എന്നുള്ള
ഒരു ഫോക്കസിലായിരിക്കും നിങ്ങൾ ആ ഒരു വീഡിയോ പ്ലേ ചെയ്തിരിക്കുന്നത്. സോ അത് തന്നെ ഒന്ന് ഓർത്താൽ മതി. അണ്ടർസ്റ്റുഡ്? ഓക്കെ. സോ ഇനി നമുക്ക് ഈ 4 ടേംസിനെ കമ്പയർ ചെയ്ത് പഠിക്കാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ടീച്ചിങ് ടെക്നിക്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, ഒരു കേസ് സ്റ്റഡി എടുത്ത്, ഒരു കേസ് സ്റ്റഡി മെത്തേഡ്, ഒരു കേസ് സ്റ്റഡി എടുത്ത് നമ്മളതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് ഒരു ടീച്ചിങ് ടെക്നിക്കായിട്ട് പറയാം. അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ് ഒരു ടീച്ചിങ് ടെക്നിക്ക്. അതായത് നമ്മളുടെ ഒരു മിററിൻ്റെ മുന്നിൽ നിന്ന് നമ്മളെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ചില കുട്ടികളുണ്ട്, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ പഠിക്കണം എന്ന് അത്രയും ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണ്. സോ അവരെന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു സിലബസ് കിട്ടി, സിലബസ് മാത്രം മതി, അവർ ആ ഒരു എക്സാമിന് പാസ്സായി എന്ന് തന്നെ കരുതിക്കോളൂ എന്നുള്ളൊരു കാറ്റഗറിയിൽ പെട്ട കുട്ടികളുണ്ട്. അതായത് അവർ തന്നെ സിലബസ് നോക്കി ആ സിലബസിൻ്റെ ഓരോ ഹെഡ്സും ഗൂഗിൾ ചെയ്ത്, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ അധികം സ്റ്റുഡൻസ് തന്നെ വേറെ നിങ്ങൾ പെയ്ഡ് കോഴ്സസ് ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. സോ നിങ്ങളെന്താ ചെയ്തത്, യൂട്യൂബിൽ ഇതുപോലെയുള്ള കണ്ടൻ്റ് ഉള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നു. പിന്നെ അറിയാത്ത ടേംസിന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് അതിൻ്റെ നോട്ട്സും മനസ്സിലാക്കുന്നത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നു, നിങ്ങൾ പഠിക്കുന്നു. സോ ഇതെല്ലാം ഒരു ടെക്നിക്കാണ്. സോ സോഷ്യൽ മീഡിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കുറേ അധികം ഗുണങ്ങൾ നമുക്കുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. എവ്രി കോയിൻ ഈസ് ഹാവിങ് 2 sides എന്ന് പറയുന്ന പോലെ ഗുണമുണ്ട് ദോഷമുണ്ട്. ആൻഡ് ദാറ്റ്സ് ദ ട്രൂത്ത്, അത്രേ ഉള്ളൂ. ആൻഡ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലാസ് റൂം ഉണ്ട്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടേം കൂടിയാണ്. ഇത് ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് ഇൻ ആ ഫ്യൂച്ചർ ക്ലാസ്സസ്. ഓക്കെ. സോ സെൽഫ് ലേണിംഗ്, ഫ്ലിപ്ഡ് ക്ലാസ് റൂം, അതുപോലെ ഫ്രീ ഓൺലൈൻ ലേണിംഗ് ടൂൾസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൂഡിൽ എന്നൊക്കെ പറഞ്ഞ ടേംസ് അതെല്ലാം ലേണിംഗ് ടൂൾസാണ്, ഫ്രീ ഓൺലൈൻ ലേണിംഗ് ടൂൾസാണ്. സെൽഫ് ലേണിംഗ് നമ്മൾ പറഞ്ഞു, കേസ് സ്റ്റഡി മെത്തേഡ്, ഇതെല്ലാം ടീച്ചിങ് ടെക്നിക്സ് ആണ്. ഓക്കെ. ഇനി ടീച്ചിങ് ടാറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞു, അത് കുറേ അധികം സ്റ്റുഡൻസിന് ചിലപ്പോൾ അറിയണ്ടാവില്ല. സോ അവർക്കായിട്ട് ഞാൻ പറയാം, അത് ഒരു ടീച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ടീച്ചിങ് ടാറ്റിക്സ് എന്ന് പറയുന്നത്. ടീച്ചിങ് ടാറ്റിക്സ് ഈസ് എ ഗോൾ ലിങ്ക്ഡ് ഇൻഫ്ലുവൻസ്ഡ് ഓർ ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ ഓഫ് എ ടീച്ചർ, the way he behaves in the instruction situation in working towards the development of the strategy. ഇത് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കൊരു കടുകട്ടിയായിട്ട് തോന്നാം, പേടിക്കണ്ട. ഞാൻ ഈ ഒരു ടീച്ചിങ് ടാക്ടിക്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോട്ട് ഡൗൺ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ടീച്ചിങ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. ടീച്ചിങ് ടാറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് ടീച്ചിങ്. എങ്ങനെ ഒരു ലെക്ചർ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ അതിൽ കൺഫ്യൂഷൻ ഇടയ്ക്ക് ബബ്ബ അടിക്കാതെ എങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് എന്താണ്, നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇതാണ് പറയേണ്ടത്, ഇത് കഴിഞ്ഞിട്ട് ഇതാണ് പറയേണ്ടത് എന്നുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. വി ക്യാൻ ഡെഫിനറ്റ്ലി അവോയ്ഡ് കൺഫ്യൂഷൻ. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലിയർലി. എൻ്റെ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് അതെന്തായാലും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. സോ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലിയർലി ആൻഡ് എൻഡിങ് നല്ല രീതിയിൽ ഒരു പഞ്ചൊക്കെ കൊടുത്ത് ഒരു ക്യാപ്ഷനൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രൊവേർബൊക്കെ പറഞ്ഞ് എൻഡ് ചെയ്യണം. എങ്ങനെ എൻ്റെ ആ ഒരു ക്ലാസ് റൂം എൻഡിങ് എത്ര സ്മൂത്ത് ആക്കണം, എത്ര അട്രാക്റ്റീവ് ആക്കണം എന്നുള്ള ഒരു പോയിൻ്റ്. ആൻഡ് ദ ടെക്നിക്സ് ഫോർ മേക്കിംഗ് ദ ലെക്ചർ ഇൻറ്ററാക്റ്റീവ്. എങ്ങനെ കുട്ടികളെ കൂടുതൽ ഇൻറ്ററാക്റ്റ് ചെയ്ത് എനിക്ക് ലെക്ചേഴ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കുറേയധികം ടെക്നിക്സ് നമ്മൾ ഫോളോ ചെയ്യണം. ആൻഡ് കോമൺ വീക്ക്നെസ്സസ് ഇൻ ലെക്ചറിങ്. എൻ്റെ ഒരു ലെക്ചർ എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് എനിക്കതിൽ എന്തൊക്കെയാണ് വീക്ക്നെസ് എനിക്ക് തന്നെ ഫീൽ ചെയ്തത് എന്നുള്ളൊരു സെൽഫ് ഇവാലുവേഷൻ. ഇതെല്ലാമാണ് ടീച്ചിങ് ടാറ്റിക്സ്. ഓക്കെ, സോ ടീച്ചിങ് ടാറ്റിക്സ് അറിയാത്തവർക്ക് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ടീച്ചിങ് ടാറ്റിക്സ് എന്നുള്ളത് മനസ്സിലാവും. ഒന്നുകൂടെ ഞാൻ പോയിൻറ്റ്സ് വായിക്കാം. ഓപ്പണിംഗ് ലെക്ചർ, എങ്ങനെ ലെക്ചർ ഓപ്പൺ ചെയ്യും, എങ്ങനെ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാം, എങ്ങനെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ എൻഡ് ചെയ്യണം, എൻ്റെ ലെക്ചർ എങ്ങനെ എൻഡ് ചെയ്യണം. ആൻഡ് ദ ടെക്നിക് ഫോർ മേക്കിംഗ് ദ ലെക്ചേഴ്സ് ഇൻറ്ററാക്റ്റീവ്, കോമൺ വീക്ക്നെസ് ഇൻ ലെക്ചറിങ്. ഇതെല്ലാമാണ് ടീച്ചിങ് ടാറ്റിക്സ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ മെത്തേഡ്സ്, ടെക്നിക്സ് ആൻഡ് സ്ട്രാറ്റജീസ്. ഇതാണല്ലോ നമുക്കുള്ള കൺഫ്യൂഷൻ. സോ അതൊന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി തരാൻ പറ്റുമോ എന്ന് ലെറ്റ് മീ ട്രൈ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് മെത്തേഡിനെ ഒന്ന് നോക്കാം. മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സീരീസ് ഓഫ് ടീച്ചർ ആക്ഷൻ എയിംഡ് അറ്റ് ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ഹാസ് ബീൻ സെറ്റ്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും പോകുന്നത്. എങ്ങനെയാണോ ഞാൻ
പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ ഭയങ്കര മെത്തഡോളജിക്കലായിട്ട് നല്ല സിസ്റ്റമാറ്റിക് സീരീസായിട്ട് ആ ഒരു ടീച്ചിങ് ഒബ്ജക്റ്റീവ് വെച്ചിട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതിൽ പറയുന്ന മറ്റൊരു പോയിന്റ്, മോർ ഷോർട്ട് ടേം പാറ്റേൺ ആയിരിക്കും ഈ ഒരു ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഓവറോൾ എഫേർട്ട് കൺസിസ്റ്റ് ഓഫ് സ്ട്രക്ചേർഡ് പ്രൊസീജിയർ ബേസ്ഡ് ഓൺ ദ സെലക്റ്റഡ് അപ്രോച്ച് സപ്പോർട്ട് ദ ചൂസൺ അപ്രോച്ച്. ഏതാണോ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് സെലക്റ്റഡ് അപ്രോച്ച്, അതുപോലെ ആയിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത്. ഒരു മെത്തേഡ് ഉണ്ടാവും, ആ ഒരു മെത്തേഡിലായിരിക്കും പോകുന്നത്. ഓക്കെ, സോ അതാണ് ടീച്ചിങ് മെത്തേഡ്. ഇനി ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ടീച്ചിങ് സ്ട്രാറ്റജി എന്നുള്ളത്. സോ ഈവൻ ദോ ലെറ്റ് മീ ഡിസ്കസ് വൺസ് അഗെയിൻ. ഈ ടീച്ചിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വിസ്ഡം ടു ചൂസ് ടീച്ചിങ് അപ്രോച്ചസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ബേസ്ഡ് ഓൺ ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ്. എപ്പോഴും നമുക്കൊരു ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അത് ബേസ് ചെയ്തായിരിക്കും നമ്മളുടെ ടീച്ചിങ് സ്ട്രാറ്റജി ആണെങ്കിലും ടീച്ചിങ് മെത്തേഡ്സ് ആണെങ്കിലും ടീച്ചിങ് ടെക്നിക്സ് ആണെങ്കിലും. ഓക്കെ, ഇതൊരു ലോങ് ടേം ഒബ്ജക്റ്റീവ് ആയിരിക്കും. പക്ഷേ നമ്മൾ പറഞ്ഞു ടീച്ചിങ് മെത്തേഡ് ഒരു ഷോർട്ട് ടേം ആണ്. ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് ഇൻക്ലൂഡ്സ് ദ മെറ്റീരിയൽ സെലക്ഷൻ ആൻഡ് ടൈം. ഓക്കെ, ഇനി ടീച്ചിങ് ടെക്നിക്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ സ്കിൽ ഓഫ് ദ ടീച്ചർ ഇൻ മാനേജിങ് ആൻഡ് പെർഫോമിംഗ് ദ ടീച്ചിങ് പ്രാക്ടീസസ് ദാറ്റ് ഹാസ് ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ്. നമ്മളുടെ ആ ഒരു ടീച്ചറിൻ്റെ സ്കില്ല് ബേസ് ചെയ്തിരിക്കും ടീച്ചിങ് ടെക്നിക്സ്. ഓക്കെ, ആക്ച്വൽ ഹാൻഡ്ലിങ് ഇൻ ദ ക്ലാസ് റൂം, ഞാൻ എങ്ങനെ ആ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നു, ഇൻറ്ററാക്റ്റീവ് ആണോ, കുട്ടികൾക്ക് ബോറാണോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണോ എന്നുള്ള ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് അനുസരിച്ചിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് നൗ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. താങ്ക് യു.